ഇന്നലെ രാത്രിയിലെ കൺവെൻഷൻ ഉണ്ടായിരുന്ന മുട്ടത്താനത്ത് നല്ല കൂട്ടമായിരുന്നു. അത് ലൈവ് ചെയ്തില്ല. ഇന്നലെ ചെന്നപ്പോഴും വൈകി. പ്രശ്നം തീർന്നപ്പോൾ 10:30 ധാരാളം പേരവിടെ കൂടുവാനിടയായി. അതിനുശേഷം തിരിച്ച് ഞങ്ങളതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ലേറ്റായി. ഉറക്കക്കുറവുള്ളത് കൊണ്ട് അതിൻ്റെതായ ക്ഷീണങ്ങളുണ്ട്. എങ്കിലും ദൈവദിനത്തിന്റെ പ്രാർത്ഥനയാലും ദൈവത്തിന്റെ കൃപയാലും നടത്തുന്നത് ഓർത്ത് ദൈവത്തിന് ഈ മൊബൈലിൽ കൂടി ഇതെടുക്കുന്നത് കൊണ്ട് ക്ലിയർ ആകുന്നുമില്ല. അത് പല ബുദ്ധിമുട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോവുകയോ ക്ലിയർ ആകാതിരിക്കുകയോ ശബ്ദം കേൾക്കാതിരിക്കുകയോ പല അപാകതകളുണ്ട്. എന്നാൽ ആ കാര്യങ്ങളൊന്ന് നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ അത് നന്നായിട്ട് ചെയ്താൽ എല്ലാവരും SI ആയാലും നടക്കുകയല്ല. പോലീസില്ല. 10 പേര് SI ആയാൽ പിന്നെ ഒന്നും നടക്കുകയാലും ഈ ദിവസങ്ങളിൽ അത് ദൈവത്താൽ ഒരുക്കപ്പെടട്ടെ. നമ്മുടെ ഷായിജാൻ അത് നല്ല രീതിയിൽ കാണാനും കേൾക്കാനും അതെല്ലാം ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. എന്നത് ഒക്കുന്നില്ല. അതിൻ്റെ അപാകതകളുണ്ട്. ഈ ദിവസങ്ങളിൽ അതിന് ക്രമീകരണം ഉണ്ടാകട്ടെ. ഇന്നലെ വായിച്ച വാക്യമാണ് ഇന്ന് വായിച്ചത്. ഇന്നലെ ഞാൻ പ്രസംഗിച്ചില്ല, വാക്യം വായിപ്പിച്ചതേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 20-ാമത് വാക്യം ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. നിങ്ങൾ ദോഷം വിചാരിച്ചു, പക്ഷെ ദൈവം അത് ഗുണമാക്കി. ഭാരങ്ങൾ നേരിടും, നേരത്തു താങ്ങിടും, സാരമില്ലെന്നോ ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. യോസേഫ് തന്റെ സഹോദരന്മാരോട് പറയുന്ന കാര്യം ദൈവത്തിന് നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. ഈ വെളിയിലുള്ളവര് ദോഷം വിചാരിക്കാതെ നമുക്ക് അത്ര മനപ്രീത ഉണ്ടാകുകയില്ല. പരിക്കാത്തുള്ളവർ ഒരു സഭയിൽ കൂടുന്നവര് ദോഷം വിചാരിച്ചാലോ ഇതൊക്കെ എന്റെ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ വീട്ടിൽ പാർക്കുന്ന അപ്പൻ, അമ്മ, സഹോദരി, സഹോദരൻ, ഭാര്യ, ഭർത്താവ്, പിള്ളേര് നിങ്ങൾക്കെതിരെ ദോഷം വിചാരിച്ചാൽ, അപ്പുറത്തുകാർ ദോഷം വിചാരിച്ചാൽ അതിലുമുണ്ട്. അവരപ്പുറത്തെ വീട്ടിലാണ്. നമുക്ക് വലിയ മനപ്രീട. പിന്നെ ഒരപ്പനും അമ്മയും ജനിപ്പിച്ച പിള്ളേർ
ഒരമ്മയെന്ന് പറയുന്നില്ല, 4 സ്ത്രീകൾക്ക് ജനിച്ച കുട്ടികളാണ്. 4 സ്ത്രീകളുടെ പേര് സഹോദരിമാര് ഉറക്കെ പറയണം. സഹോദരന്മാര് പറയരുത്, സഹോദരിമാര്. നാല് സ്ത്രീകൾ ലേയായും റാഗേലും ബിൽഗയും ശില്പയും. ചന്ദ്രഭാഷ കണ്ണു കാണിക്കുന്ന സാറാ പറഞ്ഞല്ലോ. സുമയാന്റി പറഞ്ഞിട്ടില്ല, സാറ പറഞ്ഞല്ലോ എന്നുള്ള ചിന്തയാണോ എന്ന് അറിയത്തില്ല. എന്തായാലും റാഗേലും ലേയായും ബിൽഗയും ശില്പയും 4 സ്ത്രീകൾ. അവിടെ എഴുതിയിട്ടില്ലെങ്കിലും വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നല്ല തെറമുള്ള സ്ത്രീകൾ. എന്താ തെറമുള്ള സ്ത്രീകൾ, സൂതികർമ്മണികള്. എബ്രായ സ്ത്രീകളെ പറ്റി ഭർത്താവോട് വന്ന പദമത. ഈ പെണ്ണുങ്ങളെ കണ്ട് നിങ്ങളുടെ കൊച്ചുങ്ങളെ ഞെക്കി കൊല്ലാൻ വിട്ടതാ. നേഴ്സുമാരല്ല, മുൻപൈപ്പോ അങ്ങനെ ഇല്ലേ? ഇംഗ്ലീഷിലങ്ങനെ, ഇംഗ്ലീഷിലെന്തോ ഒന്നാമത് പുറപ്പാട് 1-ാം അധ്യായം. എനിക്കെത്ര കുട്ടിയാണ് മൊത്തം വായിച്ച ഞാനും കൂടി. അപ്പൊ ഈ സൂതികർമ്മണികൾ ഈ 2 സ്ത്രീകളെ പിള്ളേരെ കൊല്ലാൻ വിട്ടതാ. ജനിക്കുന്ന പിള്ളേരെ എല്ലാം ഞെക്കിക്കൊണ്ടു. സ്തോത്രം. അപ്പൊ അന്ന് മുതലേ ഈ പെണ്ണുങ്ങളെ വെച്ച ആ കാര്യമില്ല. പിന്നെ നമ്മളൊരു കടയിൽ കയറിയ കൂടുതൽ പെണ്ണുങ്ങളായിരിക്കുന്നത്. ചുമ്മാ പോകുന്നതിനും തുണിയുടെ അറ്റത്ത് കൂടി തിരിഞ്ഞേച്ചോടെ എടുക്കാനൊന്നും ഞാൻ നിർമ്മലതെന്ന് പറഞ്ഞതല്ല. അവന് തുണിയുടെ ആവശ്യമേ ഇല്ല എന്നല്ല അവൻ ചാടി സംഖ്യക്കകത്ത് നടന്ന്. അത് ബിസിനസിന്റെ ട്രിക്കാണ്. സ്ത്രീകളെ ഇപ്പൊ ഇഷ്ടം പോലെ കൂട്ടാൻ അവൻ അതിലൂടെ കയറ്റി വന്ന് കറക്കി. ഇന്നലെ ആരാണ് 5 രൂപയ്ക്ക് പെട്രോൾ അടിച്ചത്? 5 രൂപയ്ക്ക്. അപ്പൊ ഒരു സ്ഥലത്തിന് ഇല്ല, അപ്പൊ പിന്നെ പോയി 10 രൂപയ്ക്ക് എടുക്കാൻ പറയാം. മാസം എങ്ങനെ പെട്ടെന്ന് ഞാൻ സകല കേസ് വാങ്ങി. സ്തോത്രം. അല്ല നമ്മുടെ വിഷയത്തില് ഒരു ഓഫീസിലാണെങ്കിലും സ്ത്രീകൾക്ക് പരിഗണന. നമ്മൾ വരും ഗ്രൂപ്പാണ് വന്നാൽ പോയിട്ട് അവരുടെ സംഭവം പറയേണ്ടതാണ്. അത് പറയുന്നില്ല. പണ്ടൊരാൾക്ക് വിദേശത്ത് ജോലി കിട്ടി, അതിന്റെ ചരിത്രമാണ് പറയേണ്ടത്. ഇപ്പൊ പറയുന്നില്ല. അപ്പോൾ ഈ 2 സ്ത്രീകള് മിഡ്വൈഫ്, എബ്രായ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ ഇതുങ്ങളെ ഞെക്കിക്കൊല്ലണം. അല്ലെ എങ്ങനെയും കൊല്ലണം. അതിനെ 2 സ്ത്രീകളെ. ഈ സ്ത്രീകളുടെ പേരും അവിടെ എഴുതിയിട്ടുണ്ട്. സിപ്രയും പൂവായും. സിപ്ര പൂവ രണ്ടും കൂടെ പോവുക. എന്തിന്? കൊച്ചുങ്ങളെ കൊല്ലണം. സിപ്രയും പൂവായും കൂടെ രാവിലെ പോവുക കൊച്ചുങ്ങളെ. പക്ഷെ ഈ സ്ത്രീകളെ കുഞ്ഞുങ്ങളെ ഞെക്കിക്കൊല്ലാൻ എബ്രായ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ മനസ്സ് വരും. അതുകൊണ്ട് സൂതികർമ്മണികൾക്ക് ദൈവം നന്മ ചെയ്തു. അങ്ങനെ എങ്ങനെ വായിച്ചു? സൂതികർമ്മണികളോ ഈ മിഡ്വൈഫിൽ നമ്മുടെ ദൈവത്തെ ഭയപ്പെട്ടു. സൂതികർമ്മണികൾ
ദൈവത്തെ ഭയപ്പെടുക കൊണ്ട് അല്ല അവരെ വായിച്ച സമയം. അതുകൊണ്ട് ദൈവം സൂതികർമ്മിണികൾക്ക് നന്മ ചെയ്യും. എന്റെ ഒരു അഭിപ്രായമാണ്. അതുകൊണ്ടായിരിക്കും ഈ നേഴ്സുമാരെല്ലാം ദൈവമാണ് സഹായിച്ച് നന്മ ചെയ്യുന്നത്. അനുഗ്രഹമല്ല, അനുഗ്രഹമാണ് നന്മ, ഭൗതിക നന്മ. 10ാം ക്ലാസ് പോലത്തെ സാൻകുട്ടി നേഴ്സിനെ കെട്ടി, അവൻ ബോംബെ ചെന്ന് അവിടെ നേഴ്സിനെ കെട്ടി. ഇപ്പം UK ചെറിയ കമ്പനിയിലെങ്ങാണ്ട് പണം കൂടി നിങ്ങൾ ഇരിക്കാതെ നമുക്കും അത് മതിയായിരുന്നു. ഈ പറ്റി ഇതിന്റെ കാര്യമൊന്നുമില്ല. കർത്താവ് പറഞ്ഞ വാക്യം ഉള്ളതുകൊണ്ട് ഞാൻ നന്മ ചെയ്ത കാര്യമായി പറയാൻ കാണിക്കാതെ വലിയ സങ്കടവുമില്ല. ഇപ്പം അപ്പൊ ഏതായാലും ഈ സൂതികർമ്മങ്ങൾക്ക് ദൈവം നന്മ ചെയ്യും. ഒരു കാരണം ഇവർ ദൈവത്തെ ഭയപ്പെടും. അത് നേഴ്സുമാരാണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും കമ്പൗണ്ടർ ആണെങ്കിലും അവിടുത്തെ പിയൂണാണ് ആരാണെങ്കിലും നീ ദൈവത്തെ ഭയപ്പെട്ടാൽ ദൈവം നിനക്ക് നന്മ ചെയ്യും. ദൈവം അതാണ് ദൈവത്തെ നോക്കിക്കൊണ്ടിരിക്കും. നീ ദൈവത്തെ ഭയപ്പെടുന്ന ആളാണോ? ദൈവപേടിയുണ്ടോ? ദൈവത്തോട് നിനക്ക് വരെ ദൈവവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതോ മനുഷ്യനെ ബോധിപ്പിക്കാനാണോ? നീ ദൈവമായിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത്? ചിലർ പെന്തിക്കോസിനെ ബോധിപ്പിക്കാൻ വന്നിരിക്കുന്നത്. പെന്തിക്കോസ് വെച്ച് കല്യാണം നടന്നു, ഇനിയിപ്പോ ചെന്നില്ലെങ്കിൽ നാട്ടുകാർക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ലേ, എന്നാ പിന്നെ അവിടെ പോയിരുന്നത് ആൾക്കാർ പോകുന്നില്ല. അത് പേടിച്ച് എന്നാ പോയി അവിടെ പോയി കുത്തിരുന്നേക്കാതിരുന്നാലും അപ്പോഴും പെന്തിക്കോസില. അതിനിപ്പോ ഞങ്ങളാ പിള്ളേർ ചിന്തിക്കുക അവിടെ അപ്പളെ കൂടി അതുകൊണ്ട് വന്നിരിക്കുക. അവിടെ കൂടെ ഒന്ന് പോവാം. ഞാൻ തന്നെ ഒരു സ്ഥലത്ത് പോകുന്നത് മുമ്പേ ഗമിച്ചിങ്ങനെ ഗോവു തന്നെ പിമ്പേ ഗമിക്കും. ഞായറാഴ്ച സഹോദരി ബൈബിളുമായിട്ട് സ്പീഡിലാണ് വരുന്നത്. അയാൾ ആ വരവ് കാണിച്ച മമ്മി പറഞ്ഞു ബൈബിൾ കണ്ടത് വെച്ച് ദൈവമായിട്ട് യാതൊരു ബന്ധമില്ല. ചിലർക്ക് ഭർത്താവിന് നിനക്കത്തായി ഭാര്യയ്ക്ക് വേറെ പോകണം ഇല്ല. എന്നാ പിന്നെ പോകണം അവരാണ് പറഞ്ഞു മുടിയാനായിട്ട് അവിടെ തന്നെ പോകാം. ഇത് മുടിയാനാണ്. ഈ ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ല. അങ്ങനെയുള്ളവരെ ആരാധനയ്ക്കുന്ന കണ്ടാൽ അറിയാം. അവരുടെ മുഖവും രീതി അവരിരിക്കുന്നത് കണ്ടാൽ അറിയാം. അവർക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധമില്ല. ചുമ്മാ വേഷം കെട്ടി കിടക്കണം. പിന്നെ ആരാണ്ട് പറഞ്ഞതുപോലെ കമ്മന്മാരെ ഊര അത് വന്ന് ഊരി ചില കാശിന് ആവശ്യമുണ്ട് എന്ന ഊരി പണയം വെച്ചു. മിണ്ടുന്നില്ലല്ലോ. അല്ല മിണ്ടിയിട്ട് കാര്യം എന്തിനും മിണ്ടായിരിക്കുന്നതാണ്. ആർഭാവം കണ്ടായിരുന്നു. ദൈവമായിട്ട് ബന്ധം വേണ്ടേ? നീ ദൈവത്തെ ഭയപ്പെട്ടാൽ ദൈവം നിനക്ക് നന്മ ചെയ്യും. നന്മയും കൃപയും നിത്യവും എന്നെ പിന്തുടരൂ. നന്മയും കൃപയും നിത്യവും എന്നെ പിന്തുടരൂ.
സത്യത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് എന്റെ ഒരു അഭിപ്രായം അതുകൊണ്ടായിരിക്കാം നേഴ്സുമാർക്കെല്ലാം നന്മ. സ്തോത്രം. പണ്ടൊക്കെ, ഇപ്പോഴല്ല, പണ്ടൊക്കെ നേഴ്സിംഗിന് പോകുന്നെന്ന് പറഞ്ഞ ഏതാണ്ട് ഒരു വലിയ നാണക്കേടാണ്. പക്ഷെ അത് പോയ നേഴ്സുമാരെ എല്ലാം ദൈവം അനുഗ്രഹിച്ചത് പറയാം. നന്മ അത് ദൈവത്തിന്റെ വിശ്വാസം. നേഴ്സിനെ കിട്ടിയ അച്ചായൻ 55 കൊല്ലം മുമ്പ് അമ്മാമ അമേരിക്കയിൽ പോയി. അച്ചായൻ അതിന്റെ പുറകെ പോയി. അന്ന് അമ്മാമ നേഴ്സിംഗ് പോയപ്പോ നാട്ടുകാരും കുടുംബക്കാരും എല്ലാം ആക്ഷേപിച്ചതാണ്. എനിക്ക് പലരുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ടാവും. അന്നത്തെ നേഴ്സിംഗിന് പോയ കുടുംബത്തിൽ പറഞ്ഞവർക്ക് ചോദിച്ചതാണോ? ചോദിച്ച പുള്ളി അവസാനം അനാഥാലയത്തിൽ കിടക്കുക. അമ്മാമനാണ് അവിടെ അടിച്ച് കസറി. അന്ന് ആക്ഷേപിച്ചവരല്ല. ചില ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു നേഴ്സും ഇല്ല, അവിടെ കുറയും. പക്ഷെ അന്ന് പോയവർക്കെല്ലാം ദൈവം നന്മ ചെയ്തു. അവർക്ക് നന്മ ചെയ്തതുകൊണ്ട് അനേകർക്ക് ആ നന്മയുടെ ഓഹരി പ്രാപിക്കാനും ഇടയായി. ഞങ്ങൾ മാസ്റ്റർമാരൊക്കെ വിദേശത്തൊക്കെ ചെല്ലുമ്പോൾ നേഴ്സുമാരും വളരെ കഷ്ടപ്പെട്ട് അതിലൊരു വിഹിതം സ്വോത്രകാഴ്ച തരുന്നത് കൊണ്ടല്ല ഞങ്ങളുടെ കാര്യം ദൈവത്താൽ നടക്കുന്നു. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യം ഇല്ല. കാരണം ഇപ്പം നേഴ്സിംഗിന് പോയിട്ടുണ്ടെങ്കിൽ സ്തോത്രം. നിങ്ങൾ ഓർക്കുന്ന അമേരിക്കയിലും പേർഷ്യയിലുമുള്ള നേഴ്സുമാർക്ക് ചുമ്മാ കാശുകൾ നല്ല ശരിക്കും അധ്വാനിച്ച കാശുണ്ടാണ് നല്ലതുപോലെ. നിങ്ങൾ ഓർക്കുന്ന അമേരിക്കയിലെ അമ്മാമ കൊടുത്ത നേഴ്സ് അമ്മാമ തന്നെ ശരിക്കും അധ്വാനിച്ചാണ്. ഇവിടുത്തെ നേഴ്സുമാരെ പോലെ ഇവിടുത്തെ നേഴ്സിനെ നമ്മൾ വിളിച്ചാൽ പോലും വരില്ല. വന്നാൽ തന്നെ മോഹം തെളിയത്തുമില്ല. അതിലൊന്ന് വിളിച്ചു സിസ്റ്റർ ട്രിപ്പ് തീരാനായിട്ടേക്ക് നമ്മുടെ അണ്ണങ്ങളെ. അപ്പൊ പിന്നെ വീഡിയോയും ക്യാമറ ഒക്കെ വെച്ചിരിക്കുന്നുണ്ട് കുറച്ചൊക്കെ. അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നഴ്സുമാരൊക്കെ ഒന്ന് ചെന്നേ. എല്ലാവരും അല്ലെങ്കിലും ചിലർക്ക് നല്ല മാന്യമായിട്ട് ഇടപെടുന്നുണ്ട്. പക്ഷെ അമേരിക്കയിലും പേർഷ്യയിലും അങ്ങനെ നോക്കത്തില്ല. നന്നായിട്ട് അധ്വാനിക്കണം. 100-200 കിലോയുടെ മതാമമാരുണ്ട്. അതിനെയൊക്കെ പൊക്കി മറിക്കാൻ തന്നെ ഞാൻ നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞതല്ല. നന്നായിട്ട് അധ്വാനിക്കണം. ഡ്യൂട്ടിയുടെ ടൈം നന്നായിട്ട് ഡ്യൂട്ടി ചെയ്യണം. അങ്ങനെ അവർ അധ്വാനിച്ച ആകാശമുണ്ടാണ്. നമ്മുടെ വീടുകളിലുള്ള സ്ത്രീകൾ എന്തോ ജോലിയാണ് ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞു എന്തോ ആ കൂടെ ചെയ്യുന്നതല്ല. ഇപ്പം തുണി കഴുകണ്ട, വാഷിംഗ് മെഷീനകത്തോട്ട്. ഞാൻ എല്ലാവരുടെയും കാര്യം പറയല്ല. വാഷിംഗ് മെഷീനകത്തോട്ട് ഇട്ടച്ച് സ്വിച്ച് ഇട്ടച്ച് 2 ഞെക്ക് അതവിടെ കിടന്ന് കറങ്ങുവോ പിഴിയോ. ഞാൻ തമാശ പറഞ്ഞതല്ല. ഒരാളെ കുഞ്ഞം വെച്ചല്ല, മുഴുവൻ ആൾക്കാരുടെ കാര്യമാണ്. പ്രായമുള്ള ഒരു അപ്പനും അമ്മയും വീട്ടിലില്ല. അവർക്ക് സമയത്ത് ഭക്ഷണം കൊടുക്കുക, കാപ്പ് കൊടുക്കുക, ചോറ് കൊടുക്കുക. അത് അമ്മായിനോട് വഴക്കുണ്ടാക്കി, അല്ലെ മരുമകളോട് വഴക്ക്, എല്ലാം പടങ്ങല്ലേ. പ്രായമുള്ള ഒരു അമ്മയുണ്ട്, രാവിലെ 5 മണിക്ക് വേണ്ടേ? നിങ്ങൾ എന്തേലും പറ. ഞാൻ 3:30 ആയാലും നിർത്തുകയല്ല. പ്രായമുള്ള അപ്പനും അമ്മയുണ്ട്, രാവിലെ ഒരു കട്ടനിട്ട് കൊടുക്കണ്ടേ? അപ്പനെ അമ്മ തല്ലി ഓടിച്ചു, അല്ലെ അവരെ തല്ലി വെച്ച് നമ്മൾ ഓടിപ്പോന്നു. അപ്പൊ ആ വഴി നിങ്ങൾ പറ. ഒന്നും ചെയ്യണ്ടല്ലോ. ഒരു കർണാടകയിൽ ഒരു ഡാമില്ലൊന്നുമില്ല, അല്ലെ ചാണകം അരിയോ കൂടുതൽ. ഇപ്പോഴത്തെ രീതിയായി ജീവിത ശൈലി പറയുന്നത് ഒന്നും ഫ്ലാറ്റിലെ ജീവിതം മിറ്റോട്ട് നോക്കണ്ട. ഫ്ലാറ്റിൽ നിന്ന് ബാൽക്കണി ഇരുന്ന് അപ്പുറത്തെ ബാൽക്കണിയിലെ ബേബിനെ ഇങ്ങനെ കണ്ണു കാണിച്ചാൽ മതി. ഈ ബാൽക്കണി ഇരുന്ന് അപ്പുറത്തെ അവിടെ ഇരുന്ന് ബേബിയെ മിറ്റത്ത് നോക്കണ്ട. നിങ്ങൾ എന്തേലും പറ. അവിടെ ഫ്ലാറ്റിലൂടെ മിച്ചം 7-ാം നില മിച്ചം ഉണ്ടോ?
കളികൾ നോക്കേണ്ട, ചപ്പടിക്കേണ്ട ഒന്ന്. ഞാൻ ജീവിതത്തിന്റെ ഒരു ക്രമമായി പറയണം. വില പോലെ 2 പിള്ളേരുണ്ട്, അതിനൊക്കെ ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. വില പോലെ 2 എണ്ണം ചിലപ്പോൾ എഴുതിയുള്ളതല്ല. ഭർത്താവിനോട് പറഞ്ഞു പോലും ഒരു 3 ദോശ. അപ്പൊ അതും രാവിലെ ഇവൻ പിന്നെ പെണ്ണാപ്പൂരായതുകൊണ്ട് ഞങ്ങളുടെ വല്യമ്മച്ച് പറഞ്ഞ പെണ്ണാപ്പൂവൻ ആണുമല്ല, അതാ പെണ്ണാപ്പൂവൻ ആണുമല്ല. സ്തോത്രം. പക്ഷെ അമേരിക്കയിലെ സഹോദരിമാർ നന്നായിട്ട് അധ്വാനിക്കുന്നവരാണ്. പേർഷ്യയിലൊക്കെ ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ജീവിതത്തിന്റെ വശമായി പറഞ്ഞു തരുന്നത് എന്തോ ഒരു വലിയ സ്തോത്രം. നിങ്ങൾ എന്തായാലും പറ. ഞാൻ ഒരാളുടെ കാര്യമല്ല പറഞ്ഞത്. ഒരു 90% വീടുകളിലും ഒരു അധ്വാനമില്ല. സ്തോത്രം. എന്നും തൂത്തുവാരുന്ന വീട് എത്ര എണ്ണമുണ്ട്? എന്നും ആഴ്ച 2 ദിവസം 3 ദിവസം തൂത്തുവാരും. എന്നും ബാത്റൂം ശരിക്കും കഴിയുന്ന വീട് എത്ര എണ്ണമുണ്ട്? ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. എന്നും ബാത്റൂം എന്നും. നല്ല കാര്യം നല്ലതുപോലെ പറയണം, അത് ഞാൻ പറയുകയും ചെയ്യും. ഞാൻ ഇവിടെ വേടക്കാട്ടിലെ റെനി പാസ്റ്റർ, നമ്മുടെ മദ്രാസിൽ പോയപ്പോൾ കയറി റെനി അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചു. കുഞ്ഞും വീട്, അന്ന് ചാണകം ഇട്ട് പഴുകുന്ന വീടാണ്. അവിടെ അവരുടെ ബാത്റൂമില്ല. ഇതൊക്കെ ഞാൻ എൻ്റെ ദൃഷ്ടിപ്പെട്ട കാര്യങ്ങളായി പറയുന്നത്, അവർ പറഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ പറയുന്നു. അവിടുത്തെ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാവിലെ എല്ലാവരും ബാത്റൂമിലൊക്കെ കയറി പോയി കഴിഞ്ഞ് അമ്മാമ്മ, കുഞ്ഞമ്മാമ്മ, ദിനചര്യകളെല്ലാവരും ഞാനിവിടെ അവിടെ ഉണ്ടാകും, മക്കളൊക്കെ ഉണ്ട്. അപ്പൊ ചിലപ്പോൾ അവിടെ അച്ചമുച്ചാനൊക്കെ അന്ന് ബാത്റൂമില്ല. അവരും ഇവിടെ വന്ന നമ്മുടെ റെജി പാസ്റ്റർ ബീഹാറിൽ അവരുമൊക്കെ ഇതെല്ലാം കഴിയുമ്പോൾ മാമ ഇപ്പോഴും ഞാൻ നോക്കും, ഇത് ബാത്റൂം വഴിയുടെ പേര് ഹാർപ്പിക്കും. അതുകൊണ്ട് അവിടെ വിളിച്ച് എന്നും അതിട്ട് നന്നായിട്ട് കാടി എന്നും. ബാത്റൂം കഴുകുന്നത് കോന്നി തടി പിടിക്കുന്ന കഴുകിയോ എന്നും. ഇനിയിപ്പോ നിങ്ങൾ ചിന്തിക്കാം, ഇനി എന്റെ ആയുസ് ഞാൻ ബാത്റൂമിൽ കയറുകയില്ല. നീ നാശോപ്പിച്ച് വെക്കരുത്. അല്ല, ഉടനെ ഗുണമായല്ലേ ചിന്തിക്കുന്നത്. നേരെ ഞാൻ പറമ്പിലേക്ക് പോകുള്ളൂ. അതാണ് അതിന്റെ മര്യാദ. പറമ്പിലത്തെ പോലെ അടങ്ങല്ലേ. അപ്പോഴാണ് റബ്ബർ തോട്ടം. അതാണ് അതിന്റെ മര്യാദ. അവരെന്നും അത് തേച്ച് കളിക്കും. ഒരിക്കലെ അവരുടെ അനുജത്തി അമേരിക്കയിൽ നിന്ന് അവരിവിടെ പോയിട്ട് പിന്നൊരു ദിവസം വരുന്നെന്ന് ഞാൻ അവര് വന്നപ്പോൾ യാത്ര ചെയ്യുന്ന വിഷയത്തിൽ ബാത്റൂം ഞാനവിടെ നിൽക്കുമ്പോൾ അവർ തിരിച്ചു വന്നിട്ട് പറയാം, എന്റെ ഉള്ളിൽ എന്റെ ബാത്റൂമിനകത്ത് ചോറ് വെള്ളത്തിന് പോയി. അമേരിക്കയിൽ നിന്ന് വന്നവര് സാക്ഷ്യം പറയുന്നത് വരുന്നെന്ന് അറിയാമെങ്കിൽ അവർ വരുന്നതിന്റെ ഒരു വൃത്തിയാക്കലാണ് നമുക്ക് ഓർക്കാൻ പുറത്ത്. ഞാൻ എന്നോടല്ല പറഞ്ഞ